നിലവിൽ വാഹന വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രിക് കാറുകളുടെ എണ്ണം എടുത്താൽ അറിയാം. ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന വിപണിയിൽ ശക്തമായ മുന്നേറ്റം തുടരുന്ന ജനപ്രിയ വാഹന ബ്രാൻഡായ ടാറ്റ മോട്ടോഴ്സിന്റെ കരുത്ത്. 6 ഇലക്ട്രിക് മോഡലുകളാണ് കമ്പനി ഇതിനോടകം ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. 2026 അവസാനത്തോടെ 3 പുതിയ ഇലക്ട്രിക് കാറുകൾ കൂടി അവതരിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ടാറ്റ മോട്ടോഴ്സ് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. പുത്തൻ മോഡലുകൾ എത്തുന്നതോടുകൂടി കമ്പനിയുടെ ഇലക്ട്രിക് വാഹന നിര കൂടുതൽ ശക്തിപ്പെടുമെന്നാണ് വിലയിരുത്തൽ. ടാറ്റ സിയറ EV ടാറ്റയുടെ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഇലക്ട്രിക് SUVകളിൽ ഒന്നാണ് ടാറ്റ സിയറ EV. 2026 ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ മോഡൽ വിപണിയിലെത്താനാണ് സാധ്യത. ഇതിനോടകം തന്നെ EVയുടെ ടെസ്റ്റിംഗ് മോഡലുകൾ പലതവണ റോഡുകളിൽ കണ്ടിട്ടുമുണ്ട്. സിയറ EV ടാറ്റ കർവ് EVയും ടാറ്റ ഹാരിയർ EVയും തമ്മിലുള്ള സെഗ്മെന്റിലായിരിക്കും കമ്പനി അവതരിപ്പിക്കുക. റിയൽ വീൽ ഡ്രൈവ് ഉള്ള സിംഗിൾ മോട്ടോർ പതിപ്പും ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റമുള്ള ഡ്യുവൽ മോട്ടോർ പതിപ്പും ഉൾപ്പെടെ നിരവധി കോൺഫിഗറേഷനുകൾ ഉണ്ടാകാമെന്നാണ് സൂചന. ടാറ്റയുടെ Activ.EV പ്ലസ് പ്ലാറ്റ്ഫോമിലാണ് ടാറ്റ സിയറ EV നിർമ്മിക്കുക. 55 kWh, 65 kWh എന്നിങ്ങനെ 2 ബാറ്ററി ഓപ്ഷനുകൾ ലഭിച്ചേക്കാം. വലിയ ബാറ്ററിയുള്ള പതിപ്പിന് 500 കിലോമീറ്ററിലധികം റേഞ്ച് ലഭിച്ചേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ. കൂടാതെ വെഹിക്കിൾ ടു വെഹിക്കിൾ, വെഹിക്കിൾ ടു ലോഡ് ചാർജിംഗ് സൗകര്യങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട്. ടാറ്റ ടിയാഗോ EV ടാറ്റയുടെ ഏറ്റവും ചെലവ് കുറഞ്ഞ ഇലക്ട്രിക് ഹാച്ച്ബാക്ക് ആണ് ടിയാഗോ EV. EVയുടെ ഫേസ് ലിഫ്റ്റ് പതിപ്പ് 2026 ദീപാവലി സീസണിന് മുന്നോടിയായി വിപണിയിലെത്താൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. മോഡലിന്റെ ടെസ്റ്റിംഗ് ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. പുത്തൻ പതിപ്പിൽ പുതുക്കിയ ഹെഡ്ലാമ്പ് ഡിസൈൻ, പുതുക്കിയ ബമ്പറുകൾ, പുതുക്കിയ അലോയ് വീലുകൾ എന്നിവ ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്റീരിയറിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കപ്പെടുന്നില്ലെങ്കിലും കൂടുതൽ ശേഷിയുള്ള ബാറ്ററി ഓപ്ഷനുകൾ ലഭിക്കാനും സാധ്യതയുണ്ട്. നിലവിൽ ടിയാഗോ EV 19.2 kWh, 24 kWh ബാറ്ററി ഓപ്ഷനുകളോടെ 223 കിലോമീറ്ററും 293 കിലോമീറ്ററും വരെ റേഞ്ച് നൽകുന്നു. ടാറ്റ അവന്യ EV 2026 അവസാനത്തോടെ ടാറ്റയുടെ ഭാവിയിലേക്ക് ലക്ഷ്യമിട്ട പ്രീമിയം ഇലക്ട്രിക് മോഡലായ അവന്യ EV വിപണിയിൽ എത്തുമെന്ന് കമ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഓട്ടോ എക്സ്പോ 2023 അവന്യ EV ആദ്യമായി അവതരിപ്പിച്ചത്. പിന്നീട് അവന്യ X എന്ന പ്രീ പ്രൊഡക്ഷൻ മോഡൽ ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിലും പ്രദർശിപ്പിച്ചിരുന്നു. ടാറ്റയുടെ Gen 3 EV ആർക്കിടെക്ചറിലാണ് വാഹനം നിർമ്മിക്കുന്നത്. ജാഗ്വർ ലാൻഡ് റോവറിന്റെ പ്ലാറ്റ്ഫോം അടിസ്ഥാനമാക്കിയാണ് മോഡൽ വികസിപ്പിക്കുന്നത്. ഏകദേശം 600 കിലോമീറ്ററിലധികം റേഞ്ച് നൽകുന്ന ഈ പ്രീമിയം ഇലക്ട്രിക് കാർ AWD സിസ്റ്റവുമായി എത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഏകദേശം 35 ലക്ഷം രൂപയുടെ വില ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മേൽപ്പറഞ്ഞ മോഡലുകൾ പുറത്തിറങ്ങിയാൽ എന്തുകൊണ്ടും ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന വിപണിയിൽ ടാറ്റയുടെ മുൻതൂക്കം ഇനിയും ശക്തമാകുമെന്നാണ് വിലയിരുത്തൽ.